നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഉച്ചക്കലേക്ക് ഒരു തോരൻ വയ്ക്കാൻ പോകട്ടോ, ചിക്കൻ കറി ആയിട്ട്. അത് കയ്പ്പയ്ക്ക എല്ലാവരും വെക്കണം തന്നെയാണ് അല്ലേ, പക്ഷെ കയ്പ്പയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പല്ലേ. അപ്പോൾ കയ്പ്പയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ കയ്പ്പ് കുറച്ച് കുറയാനായിട്ട് ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ ചേർക്കുകയാണ് ഞാൻ കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഞാൻ കയ്പ്പയ്ക്ക വെക്കണത്. കയ്പ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വെക്കാം കേട്ടോ. നോക്കൂ എങ്ങനെയാണ് കയ്പ്പയ്ക്കയുടെ കയ്പ്പ് കുറയാന്ന്. മാറുമൊന്നുമില്ല കേട്ടോ. കയ്പ്പ് മാറിയാൽ പിന്നെ കയ്പ്പയ്ക്ക അല്ലാണ്ടാവണം. അവരവരുടെ സ്വഭാവം മാറുമോ? നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ നല്ലവരുടെ കൂടെ കൂടിയാലും ചീത്തവരുടെ കൂടെ കൂടിയാലും നമ്മുടെ സ്വഭാവം തന്നെയായിരിക്കും എന്നതുപോലെ കയ്പ്പയ്ക്കയുടെ ഊർജിത സ്വഭാവം കയ്പ്പ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, ചെറുതായിട്ട് ഒരു ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കയ്പ്പയ്ക്ക നല്ലതാണല്ലോ, കഴിക്കണം. നന്നായിട്ട് അയണമൊക്കെ ഉള്ള സാധനമാണ് കയ്പ്പയ്ക്ക. അത് നമ്മൾ കഴിക്കണം, നല്ലതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കിന്ന് വെക്കാം കേട്ടോ, തുടങ്ങാം. ഓക്കെ. കയ്പ്പയ്ക്ക പൊളിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ പീസാക്കുക. എന്നിട്ട് ഇങ്ങനെ വട്ടത്തിലരിയുക. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. നേരത്തെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ കൂടെ ഇതും കൂടി ഇട്ടു. വളരെ ചെറിയ ചെറിയ പീസസ്സാണ്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഒരു ഉരുളക്കിഴങ്ങ്. ഇതിട്ടാൽ ഒരു ശമനം കിട്ടും കേട്ടോ. ഇത് നമുക്ക് നീളത്തിൽ ഇങ്ങനെ പൊളിച്ചിട്ട് വീണ്ടും അതിനെ ഇങ്ങനെ ക്രോസായിട്ട് വീണ്ടും ചെറുതാക്കി ഇങ്ങനെ പൊളിക്കുക. അപ്പം നീളത്തിൽ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടി. പിന്നെ വീണ്ടും ചെറുതാക്കുക. അപ്പോൾ പൊടിയായി അരിഞ്ഞു എന്ന് പറയാം അല്ലേ. അത് ഇതിലിട്ടു. ഇനി ഒരു സവാള, 1-2 സവാള എടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിനെയും നമ്മൾ ചെറുതായിട്ട് പീസാക്കാം. തോരനല്ലേ വെക്കണത്, അപ്പം തോരന് അരിയണ പോലെ തന്നെ എല്ലാം ചെറുതാക്കി അരിയാം. ഇപ്പം സവാളയും ഏതാണ്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇതാക്കണ്ട, കയ്പ്പയ്ക്ക ഉരുളക്കിഴങ്ങ് റെഡിയായി. സവാള പൊടിയായി അരിഞ്ഞു. 2 പച്ചമുളക് അങ്ങോട്ട് നീളത്തിൽ കീറിയിട്ട് ചെറിയ പീസായിട്ട് അങ്ങനെ ഇടാം. പച്ചമുളകും അരിഞ്ഞു. കറിവേപ്പില ഇടാം. ഇപ്പം തോരൻ്റെ എല്ലാതുമായി. ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നും പരിപ്പാണ് ഇടേണ്ടത്. ഉഴുന്നും പരിപ്പ് ഇട്ടു. തോരനിലിങ്ങനെ കടുകടയെ കടിക്കും, നല്ല രസമാട്ടോ. പിന്നെ വറ്റൽ മുളക് ഇട്ടു. ഇതൊക്കെ ഒന്ന് ചൂടായപ്പോഴേക്കും സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടു. നന്നായിട്ട് നടക്കുക. ഇത് തന്നെയല്ലേ തോരൻ്റെ എല്ലാ ദിവസവും വയ്ക്കുന്ന പണിയില്ലേ. പക്ഷെ ഇതിൽ ഞാൻ കൂട്ടിക്കണത് ഉരുളക്കിഴങ്ങുണ്ട് 1. ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ടുമ്പോൾ ഇത്തിരി കുറയും. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കയ്പ്പയ്ക്കും കൂടി ഇടാം. ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിക്കേ വേണ്ട കേട്ടോ. തോരനിൽ വെള്ളം ഒഴിക്കില്ല. പിന്നെ കുഞ്ഞ് കഷ്ണമായിട്ടുള്ള നുറുക്കിക്കണത് വേഗം വേവും കേട്ടോ. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും വെളിച്ചെണ്ണയും പച്ചമുളക് എല്ലാ മുളകൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കുക. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടണം. ഉപ്പിടാം ആദ്യം തന്നെ. പൊടി ഉപ്പിട്ടു ആവശ്യത്തിന്. ഇനി നമുക്ക് പോരെങ്കിൽ വീണ്ടും ഇടാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മറിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീ മതി കേട്ടോ, സിമ്മിൽ. കുറച്ച് കഴിഞ്ഞ് തുറന്നപ്പോൾ നോക്കൂ, അതേ കണ്ടോ, പതുക്കെ തന്നെ വെന്തണ്ടിട്ടത് കണ്ടോ. പക്ഷേ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. കുറച്ച് ഉപ്പും കൂടി വേണം. ഇത്തിരി ഉപ്പും കൂടി ഞാൻ ഇടട്ടെ. ഉപ്പില്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് തന്നെയായിരിക്കും കേട്ടോ. ഉപ്പിട്ടു. വീണ്ടും ഇളക്കി അടച്ചു. ഇപ്പോഴോ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3-4 വട്ടം തുറന്ന് ഇളക്കി അടച്ച്. ഇനി കുറച്ച് നാളികേരം കൂടി ഇടാം. ചെറിയ നാളികേരം.
അത് ഇട്ടാലും കുറച്ചും കൂടിയും കുറയും. പച്ചക്കാണ് ഇടണം കേട്ടോ, ഒന്നും ചേർത്തിട്ടില്ല. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ തോരൻ ഇങ്ങനെയാണ് കേട്ടോ. പച്ച നാളികേരം ഒന്നും ചേർക്കേ ഇല്ല, അങ്ങനെ ഇടാം. കുറച്ച് കട്ടയൊക്കെ ഉണ്ട് കേട്ടോ, അതായത് കൊത്തുകളുണ്ട്. കൊത്ത് മാറ്റി വെച്ചിട്ട് തരി മാത്രം ഇട്ടു. ചെറുകിയപ്പോഴേ കൊത്തി വീണിട്ടുണ്ട്. ഇപ്പം നോക്കൂ, നല്ല വെള്ളത്തോരൻ അല്ലേ. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, മഞ്ഞപ്പൊടി ഇട്ടിരുന്നെങ്കിൽ മഞ്ഞ തോരനായാലേ. ഇത് കയ്പ്പക്കയുടെ ഒറിജിനൽ കളറ് കണ്ടോ. സ്വാദൊക്കെ ഉണ്ട് കേട്ടോ. അടച്ചു വെച്ചു, പണി കഴിഞ്ഞു. ഇനി ചോറുണ്ണാ. ജയശ്രീക്ക് വിളമ്പി, ഞാനും വിളമ്പി. ടുഡേയ്സ് തോരൻ സ്പെഷ്യൽ. നമ്മുടെ കയ്പ്പയ്ക്ക തോരൻ കയ്പ്പ് അധികം ഇല്ലാത്ത തോരൻ. ജന്മന കയ്പ്പുള്ള ആളാണ്, അപ്പം പിന്നെ കയ്പ്പ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല ചേട്ടന് ജന്മന ശരി, ജന്മന കയ്പ്പ് ഉള്ള ആളാണ്. അപ്പം പിന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ഒരു ചെറിയ ശമനം കിട്ടും. ഇത് ഇന്നലത്തെ തക്കാളിയും പരിപ്പും. ജയശ്രീ ഇല്ലാത്ത കാരണം ഞാൻ ജയശ്രീക്ക് എടുത്തു വെച്ചതാ. ചോദിച്ചു, ജയശ്രീ എവിടേക്ക് പോയിക്കണേന്ന് ചോദിച്ചു ഒരാളെന്നോട്. അപ്പം നമ്മൾ ഇന്നലെ വെച്ച തക്കാളിയും പരിപ്പും തക്കാളിയും വെച്ചില്ലേ, അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടോ. കുറേ പേര് പറയുന്നുണ്ടല്ലോ നോയമ്പ് സമയത്ത്. ഇപ്പം നോയമ്പാണല്ലോ, അതായത് ഈസ്റ്റർ വരാൻ പോവല്ലേ. അപ്പോൾ ഈസ്റ്ററിൻ്റെ നോയമ്പാണ്. മുസ്ലിംസ് പെരുന്നാളാണെങ്കിലും അവർക്ക് നോൺ കഴിക്കാം, രാത്രി കഴിക്കാം. പക്ഷേ ക്രിസ്ത്യൻസിന് നോയമ്പ് തുടങ്ങാൻ പോകുമ്പോൾ അവർ കഴിക്കില്ല. അവർ നോയമ്പ് എടുക്കും, ഇങ്ങനെ നോൺ കഴിക്കില്ല എന്നൊക്കെ നോയമ്പിന്. ചില ആൾക്കാരിട്ട് എല്ലാവരൊന്നല്ല. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു തക്കാളി കറി ഇങ്ങനത്തെ നോക്കട്ടെ, ഞങ്ങൾക്ക് നോയമ്പാണ് പറഞ്ഞത്. ആരാ പറഞ്ഞതെന്നറിയോ? ജോസി ഫിലിപ്പില്ലേ. ഞാൻ എടുക്കണില്ലേ? പിന്നെ അച്ചാർ വേണോ ജയശ്രീക്ക്? കയ്പ്പയ്ക്കയുടെ സ്വഭാവം കയ്പ്പ് തന്നെയാണ്. പിന്നെ പറയില്ലേ, ജാത്യാലുള്ളത് തൂത്താ പോവില്ല എന്ന്. എന്നതുപോലെ വേറെ ഉണ്ട്, പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുള്ളവരെ എന്ന് പറഞ്ഞാൽ. ഇത് ജനിച്ചപ്പോൾ തന്നെ കയ്പ്പാണ്. അപ്പം പിന്നെ മരിക്കണ വരെ ഒരു കയ്പ്പ് തന്നെയായിരിക്കും. ജയശ്രീ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് കൂടുന്നു. 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സാധനത്തിന് കയ്പ്പ് കൂടുന്നാണ് ജയശ്രീ പറയണത്. ആയിരിക്കാം. കുട്ടികൾ നന്നാവാനായിട്ട് നല്ല കുട്ടികളുടെ കൂടെ കൂടുകൂടുന്ന പറയില്ലേ, എന്ന പോലെ ഈ കയ്പ്പുള്ള ആളെ രക്ഷിക്കാൻ നന്നാക്കാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും ഒക്കെ ഇട്ട് നാളികേരമൊക്കെ ഇട്ട് തിരുമ്പി ഉണ്ടാക്കിയതാണ്. എന്നാലും അവൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, സ്വാദുണ്ട്. എങ്ങനെയായിരുന്നു കുറ്റുമുക്കിൽ പൂരാൻ പറഞ്ഞോളൂ. വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. എവിടെ തന്നോളൂ. ജയശ്രീ നല്ല കുറ്റുമുക്ക് പൂരത്തിൻ്റെ പോയി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പോരായിരുന്നു. അഞ്ജുൻ്റെ വീട്ടിലേക്ക്. അഞ്ജുൻ്റെ വീട് മാത്രമല്ല കേട്ടോ, ജയശ്രീയുടെ അമ്മയുടെ വീട് അവിടെ തന്നെയാണ്, അമ്മൂമ്മയുടെ വീട്. അപ്പം ജയശ്രീ വീഡിയോക്ക് വിട്ടുകൊണ്ടുണ്ട് കേട്ടോ. എനിക്ക് തുടക്കത്തിൽ തോന്നിയില്ല കേട്ടാ. പക്ഷെ ഓരോ റോഡുകളുണ്ടല്ല, ഓരോ റോഡിന് പേരുണ്ട്. തേവർ റോഡ്, നാലാർ റോഡ്, മനവഴി, അങ്ങനെ ഒരേ. അപ്പോൾ ആ വഴിയുടെ അവിടെ അണിഞ്ഞിട്ട് എല്ലാ വഴിയും നല്ല ഭംഗിയിൽ അണിഞ്ഞിട്ട് പറ ചില വീട്ടുകാർ പൂരം പോണ വഴിയിലൊക്കെ 5 പറ, പിന്നെ ഫുള്ള് ചരാത് കത്തിച്ചിട്ട് പടക്കം. രാത്രി രാത്രി പകല് ഞങ്ങൾ രാവിലെ പോയി പറന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നടക്കിയ പറ എന്നാ കയ്പെടുത്തോളാം. ഇനി മനവഴിക്ക് ആ വഴിക്ക് ഇപ്പോൾ കുളം പറഞ്ഞു. അവിടെ പോയാൽ ഒരു ഇത് കാണാം. അത് അവർ പറയില്ല എന്ന് പറഞ്ഞു, പോയി കാണണം എന്ന് പറഞ്ഞു. കാവുണ്ടെന്ന് പറഞ്ഞു, പാമ്പങ്കാവേ. അപ്പം അങ്ങനെ പോയി. നമുക്ക് കാവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ പാമ്പിൻ്റെ ചീറില്ല ശരിക്കും. പക്ഷെ
ചെരി ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറയുന്നുണ്ട് നോക്കി സൂക്ഷിച്ച് നടന്നോളോ, താഴത്തേക്ക് നോക്കി നടന്നോളോ, ഫുള്ളിങ്ങനെ വള്ളികളാണ്. കുറെ ആ വഴിയുടെ അവിടെ അവർ മറ്റേ കർട്ടനൊക്കെ ഇട്ട് ഫസ്റ്റ് ചെല്ലുമ്പോൾ പറയല് 75 പറയാ 100 പറയുന്നുണ്ട്. അതിൽ എല്ലാ തരമുണ്ട്, പച്ചക്കറി പഴവർഗ്ഗം അങ്ങനെ എല്ലാം, മിഠായി എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദിയോഗിത ശിവനില്ലേ അതേപോലത്തെ. അപ്പം നമുക്ക് ഇവിടെ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ശിവനിങ്ങനെ ഇരിക്കണ പോലെ അടുത്തേക്ക് ചെല്ലുന്തോറും അത് നല്ല കൂടി കൂടി വരും, ഭംഗി കൂടി കൂടി വരും. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് കാവിലടയ്ക്ക് പോകണം. കാവിലടയ്ക്ക് പോകുമ്പോൾ കാവിലടയ്ക്ക് പോകണം. അങ്ങനെ പോണ വഴിയാണോ അത്? അറിയില്ല. ഇപ്പം ഇതിങ്ങനെ കർട്ടനും ഇതൊക്കെ കെട്ടണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ വഴി മനവഴി എന്നുള്ളത് മനവഴിക്ക് പൊക്കോളാം. അപ്പോൾ ഒരു കാഴ്ച കാണാൻ പറഞ്ഞു. അത് കാണണം പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരിയിൽ നിന്ന് അങ്ങനെ പോയതാ. കുറ്റുമുക്കല്ലത് വരിയോ? ആൾക്കാർക്ക് വരി തന്നെ പോവാനായിട്ട് മാത്രം ജനങ്ങളാ. ഞാനപ്പോൾ ഇവരോട് പറഞ്ഞേ അഥവാ അങ്ങനെ കൂട്ടം തെറ്റി കഴിഞ്ഞാൽ ഞാൻ മാരാ റോഡിൻ്റെ അവിടെ ഉണ്ടാവട്ടാ. അവിടെ ആ ചെറിയമ്മയോട് അവർ ഇരിക്കുന്നുണ്ട്, അമ്മയുണ്ട്, ചെറിയമ്മയുണ്ട്. അപ്പം ഞാൻ അവിടെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആരിൻ്റെ അവിടെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. അപ്പം ഇങ്ങനെ പാമ്പ്, മറ്റേ പാമ്പോ ചീറിൽ മറ്റേ വില കരണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാറുണ്ട്. ഒറിജിനലൊന്നുമല്ല. പക്ഷെ പാമ്പുണ്ടെന്ന് പറഞ്ഞ അവിടെ നോക്കി പോവാൻ പറഞ്ഞു. കുറ്റ് ആരെ പറഞ്ഞാണ്? അവിടെ 3-5 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. മൊബൈലും ഇതൊക്കെ പിടിച്ച് ഓരോ ഭാഗത്തും ഇങ്ങനെ ആൾക്കാരെ നിർത്തിക്കുക. പിന്നെ പ്രദക്ഷിണം വെച്ച് അത് പിടിച്ചില്ല. പിടിച്ചിട്ടോന്ന് അറിയില്ല. പിന്നെ ലൈറ്റ് കാണും 2 സൈഡ് ഫുള്ളും നല്ല കരാക്കരവത്തിൻ്റെ വരണം. പിന്നെ ആൾക്കാരെ വീട്ടിൽ എടുത്തിട്ട് വീടുകളിൽ ബോട്ടില് കമ്പിക്കിരി പൂരം വരണേണ്ട, പൂരം പടിക്കോടെ പോണേണ്ട. ഞാൻ ഇന്ന് പറഞ്ഞേ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അന്ന് അത്ര വീടുകളൊന്നുമില്ല. കനാലെന്ന് പറഞ്ഞാൽ ഇത്ര പോകുന്ന കനാലാണ്. ആ കനാലിൽ തിണ്ടത്തിരിക്കും ഞങ്ങൾ. പരിപാടി അവിടെ ഇരുന്ന് കാണാം. അവിടെ ഇരുന്ന് നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് ബാല്യം പരിപാടിയൊക്കെ നടത്തും. അപ്പോൾ അവിടെ ഇരുന്ന് കാണും. അങ്ങനെയായിരുന്നു കാലത്തൊട്ട് ഇന്ന് ഞങ്ങൾ ധാരാവാരം നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? കയ്പ്പയ്ക്കാത്തോരൻ ഇഷ്ടമായോ? പിന്നെ ജയശ്രീയുടെ അവിടുത്തെ പൂരത്തിൻ്റെ കുറച്ച് ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കേ, താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. പറ്റാവുന്ന അത്രയ്ക്ക് ഉത്തരങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം വായിക്കാം കേട്ടോ. എല്ലാവരുടെയും കമൻറ്റും വായിക്കാം. ഓക്കേ.